അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി തആല വബറകാതുഹു. NCERT സിലബസിൽ 7ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് അതിൽ 9ാമത്തെ ചാപ്റ്ററായ റാഷണൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലേ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇൻഡിയേഴ്സിൻ്റെ ചാപ്റ്റർ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഉണ്ട് അല്ലേ. നമ്പേഴ്സ് പല രൂപത്തിലുണ്ട്. നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, ഹോൾ നമ്പേഴ്സ് ഉണ്ട്, ഫ്രാക്ഷൻ നമ്പേഴ്സ് ഉണ്ട്, ഇൻഡിയേഴ്സ് ഉണ്ട്, ഡെസിമൽ നമ്പേഴ്സ് ഉണ്ട്, അങ്ങനെ പലതരം നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽപ്പെട്ട മറ്റൊരു ടൈപ്പ് നമ്പറാണെന്ത് ശരിക്കും റാഷണൽ നമ്പർ. അന്ന് ഞാൻ പറഞ്ഞിരുന്നു റാഷണൽ നമ്പർ എന്നൊരു നമ്പർ ഉണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് ആ ചാപ്റ്ററിനെ നമുക്ക് ഇതിൽ ഡീപ്പായിട്ട് പഠിക്കാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പം റാഷണൽ നമ്പേഴ്സ്, അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ഓരോ ടൈപ്പ് ഓഫ് നമ്പേഴ്സിലും കൂട്ടാൻ കുറയ്ക്കാൻ ഗുണിക്കാൻ ഹരിക്കാനൊക്കെ ഉണ്ടാവും. അതായത് ഓപ്പറേഷൻസ് ഉണ്ടാവും. അതൊക്കെ പലതരത്തിലായിരിക്കും ഉണ്ടാവാം. ഓക്കെ, ഡെസിമൽ നമ്പേഴ്സ് കൂട്ടുകയും കുറയ്ക്കുകയും ഗുണിക്കുകയും ഹരിക്കുന്നതും പോലെയാണോ ഇൻഡിയേഴ്സ് കൂട്ടുക കുറയ്ക്കുക ഗുണിക്കുക ഹരിക്കുക? അല്ലല്ലോ. അങ്ങനെയല്ല ഫ്രാക്ഷൻ നമ്പേഴ്സ്, അങ്ങനെയല്ല. അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് നാച്ചുറൽ നമ്പേഴ്സ് അങ്ങനെയല്ല. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് പല രീതിയിലാണ് എന്ത് ചെയ്യുക അതിൻ്റെ ഓപ്പറേഷൻസ് ഉള്ളത് അല്ലേ. അത് കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഹരിക്കലും ഒക്കെ. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് മുതലൊന്ന് പറഞ്ഞു തുടങ്ങാം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സാധാ എണ്ണൽ സംഖ്യകൾ അല്ലേ. 1 മുതൽ തുടങ്ങിയിട്ടുള്ള നമ്പേഴ്സ്, 1, 2, 3 അങ്ങനെ മുകളിലോട്ട് പോകുന്ന നമ്പേഴ്സാണ് നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് നമ്മുടെ ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതിലേക്കൊരു 0 ചേർത്ത് കൊടുത്താൽ ഹോൾ നമ്പറായി അല്ലേ. ഇനി ഇൻഡിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈ നാച്ചുറൽ നമ്പറിൻ്റെ നേരെ നെഗറ്റീവ് നമ്പേഴ്സ് അല്ലേ. അതും കൂടിയും ഈ ഹോൾ നമ്പേഴ്സിലേക്കാണ് ചേർത്ത് കൊടുത്താൽ -1, -2, അതേപോലെ തന്നെ 0, 1, 2, 3, 4 അങ്ങനെ പോകുമ്പോൾ എന്തായി ഇൻഡിയേഴ്സായി മാറി. പിന്നെ നമ്മൾ പറഞ്ഞു ഫ്രാക്ഷൻ നമ്പേഴ്സ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തു? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററൊക്കെ ആക്കി എഴുതി അല്ലേ. ഇവിടെ ഈ ഫ്രാക്ഷൻ നമ്പേഴ്സിൽ കാര്യം ശ്രദ്ധിക്കാണ്ട് ന്യൂമറേറ്റർ ഒന്നുകിൽ 0 അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സ് ഇതേ വരുള്ളൂ. ഓക്കെ, അതായത് നെഗറ്റീവ് ഇൻഡിയർ എന്ത് വരില്ല, ഒരിക്കലും ഫ്രാക്ഷൻ നമ്പേഴ്സിൽ വരില്ല. അതേപോലെ തന്നെ നമ്മൾ ഡിനോമിനേറ്റർ ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ ഡിനോമിനേറ്ററിൽ ഒന്നുകിൽ ഇത് പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ, 0 വരാൻ പാടില്ല. ഓക്കെ, അതേപോലെ നെഗറ്റീവ് ഇൻഡിയറും വരില്ല. അപ്പോൾ അങ്ങനെയാണ് എന്തുണ്ടാവുക ഫ്രാക്ഷൻ നമ്പേഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമ്മൾ റാഷണൽ നമ്പേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു ന്യൂമറേറ്ററും ഒരു ഡിനോമിനേറ്റർ ഉണ്ടാവും. അതായത് അങ്ങനെയല്ല, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഉണ്ടാവുന്നില്ല, P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പറാണെന്ത് റാഷണൽ നമ്പേഴ്സ്. അത് Q എന്താകാൻ പാടില്ല, അതായത് ഡിനോമിനേറ്റർ എന്താകാൻ പാടില്ല, 0 ആവാൻ പാടില്ല. ഓക്കെ, അതായത് ന്യൂമറേറ്റർ എന്ത് ചെയ്യാം നെഗറ്റീവ് ഇൻഡിയറൊക്കെ ആവാം. ഫ്രാക്ഷൻ നമ്പേഴ്സിലേക്ക് അങ്ങനെയല്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ റാഷണൽ നമ്പർ എന്താണെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ. അതായത് നമുക്ക് ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തിക്കാണ്ട് ചാപ്റ്റർ വായിച്ചു കാണുമെന്ന് പറയാം അല്ലേ. ഓക്കെ, അപ്പം ശ്രദ്ധിക്കാം. അപ്പം ഇൻട്രൊഡക്ഷൻ. യു ബിഗാൻ യുവർ സ്റ്റഡി ഓഫ് നമ്പേഴ്സ് ബൈ കൗണ്ടിങ് ഒബ്ജക്ട്സ് അറൗണ്ട് യു അല്ലേ. നിങ്ങൾ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ ഓർമ്മ ഉണ്ടാവും. നിങ്ങളെങ്ങനെ നമ്പേഴ്സൊക്കെ പഠിച്ചെങ്ങനെ? ഇപ്പം ഇവിടെ ഒരു 10 ആപ്പിൾ ഉണ്ടാവും, ഇവിടെ ഒരു 2 മാങ്ങ ഉണ്ടാവും, ഇവിടെ ആപ്പിളും മാങ്ങയും കൂട്ടും അല്ലേ. അപ്പം 10, 2, 12 അങ്ങനെയൊക്കെ ആയിരുന്നു നിങ്ങൾ പഠിച്ചിരുന്നത് അല്ലേ. അപ്പം നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ കൗണ്ടിങ് നമ്പേഴ്സ് ഇങ്ങനെ എണ്ണൽ സംഖ്യകൾ അല്ലേ, അതിങ്ങനെ കൂട്ടിയൊക്കെ ആയിരുന്നു നിങ്ങൾ നമ്പർ പഠിച്ചിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു അപ്പം പിന്നെ ദ നമ്പേഴ്സ് യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ് വെർ കോൾഡ് കൗണ്ടിങ് നമ്പേഴ്സ് ഓർ നാച്ചുറൽ നമ്പേഴ്സ്. ഇങ്ങനത്തെ നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യും? കൗണ്ടിങ് നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. 1, 2, 3 അങ്ങനത്തെ നമ്പേഴ്സിന്. അതിനുശേഷം ദ ആർ 1, 2, 3, 4 അങ്ങനെയാണ് എന്ത് നാച്ചുറൽ നമ്പേഴ്സ് ഉള്ളത്. ബൈ ഇൻക്ലൂഡിങ് 0 ടു നാച്ചുറൽ നമ്പേഴ്സ്. ഈ നാച്ചുറൽ നമ്പറിലേക്ക് 0 കൂടി ആഡ് ചെയ്തപ്പോൾ വി ഗോട്ട് ദി ഹോൾ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഹോൾ നമ്പർ കിട്ടി. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് അല്ലേ. 0, 1, 2, 3, 4 അങ്ങനെ പോകുന്ന നമ്പേഴ്സിന് ഹോൾ നമ്പേഴ്സാണ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം ദ നെഗറ്റീവ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വേർ ദെൻ പുട്ട് ടുഗദർ വിത്ത് ഹോൾ നമ്പേഴ്സ് ടു മേക്ക് അപ്പ് ഇൻഡിയേഴ്സ്. അപ്പം ഈ നാച്ചുറൽ നമ്പേഴ്സ് അതായത് 1, 2, 3 അതിൻ്റെയൊക്കെ നെഗറ്റീവ് നമ്പർ അല്ലേ, -1, -2, -3 അത് ഈ ഹോൾ നമ്പേഴ്സിലേക്ക് ചേർത്തിയപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഇൻഡിയേഴ്സ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇൻഡിയേഴ്സ് എന്തൊക്കെയാണ്? ഇൻഡിയേഴ്സ് ആർ -3, -2, -1, 0, 1, 2, 3 അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, വി ദസ് എക്സ്റ്റെൻഡ് ദ നമ്പർ സിസ്റ്റം ഫ്രം നാച്ചുറൽ. അപ്പം നമ്മൾ എന്ത് ചെയ്തു ഇവിടെ വെച്ചാൽ നാച്ചുറൽ നമ്പർ നമ്മൾ ഹോൾ നമ്പറിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു, അതായത് ഒന്ന് വിശാലമായി. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? പിന്നെ ഈ ഹോൾ നമ്പറിൽ നിന്ന് നമ്മൾ ഇൻഡിയേഴ്സിലേക്കും നമ്മൾ വിശാലമായി ഇങ്ങനെ പഠിച്ചു അല്ലേ. ഓക്കെ, അപ്പം നാച്ചുറൽ നമ്പറിൽ ഒരു 0 കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഹോൾ നമ്പേഴ്സ് കിട്ടി. അതേപോലെ തന്നെ ഈ ഹോൾ നമ്പേഴ്സിലേക്ക് നാച്ചുറൽ നമ്പറിൻ്റെ നെഗറ്റീവ് നമ്പേഴ്സ് അത് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻഡിയേഴ്സും കൂടി കിട്ടി. ഓക്കെ, അപ്പോൾ ഫ്രം നാച്ചുറൽ നമ്പേഴ്സ് ടു ഹോൾ നമ്പേഴ്സ് ആൻഡ് ഫ്രം ഹോൾ നമ്പേഴ്സ് ടു ഇൻഡിയേഴ്സ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി നമ്മൾ അതിനുശേഷം യു വെർ ആൾസോ ഇൻട്രൊഡ്യൂസ്ഡ് ടു ഫ്രാക്ഷൻസ്. അതിനുശേഷം നിങ്ങൾ ഫ്രാക്ഷൻ എന്താണെന്നും പഠിച്ചു. ദിസ് ആർ നമ്പേഴ്സ് ഓഫ് ദി ഫോം ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ അല്ലേ. അതായത് മുകളിൽ ന്യൂമറേറ്റർ ഉണ്ടാവും, അടിയിൽ ഡിനോമിനേറ്റർ ഉണ്ടാവും. അങ്ങനെ എഴുതുന്ന നമ്പേഴ്സിനാണ് എന്ത് ചെയ്യുക? ഫ്രാക്ഷൻ നമ്പേഴ്സ് എന്ന് പറയാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വേർ ദ ന്യൂമറേറ്റർ ഈസ് ഞാൻ നേരത്തെ പറഞ്ഞത് വേർ ദ ന്യൂമറേറ്റർ ഈസ് എയ്തർ 0 ഓർ എ പോസിറ്റീവ് നമ്പർ. അപ്പോൾ ഈ ന്യൂമറേറ്ററിൽ അവിടെ എന്തേ വരുള്ളൂ? ഒന്നുകിൽ 0 അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡിയർ ആയിരിക്കും വരാം. ഒരിക്കലും നെഗറ്റീവ് ഇൻഡിയർ എന്ത് വരില്ല ന്യൂമറേറ്ററിൽ വരില്ല കേട്ടോ ഫ്രാക്ഷൻ നമ്പറിൻ്റെ. ഓക്കെ, അപ്പം
അതേപോലെ തന്നെ ആൻഡ് ഡിനോമിനേറ്റർ എന്തായിരിക്കും? പോസിറ്റീവ് ഇൻറ്റിജർ മാത്രമേ വരുള്ളൂ. എന്ത്? ഡിനോമിനേറ്റർ ഒരിക്കലും നെഗറ്റീവ് ഇൻറ്റിജറും വരില്ല, 0 അങ്ങനത്തതൊന്നും വരില്ല. വെറും പോസിറ്റീവ് ഇൻറ്റിജർ മാത്രമായിരിക്കും ഡിനോമിനേറ്റർ വരിക. ന്യൂമറേറ്റർ ഒന്നുകിൽ 0 അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻറ്റിജർ. അങ്ങനെയാണ് എന്ത് ചെയ്തത്? ഫ്രാക്ഷൻ നമ്പേഴ്സ് എന്നും നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ യു കമ്പയർ 2 ഫ്രാക്ഷൻസ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ 2 ഫ്രാക്ഷൻ തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യാൻ പഠിച്ചു. ഫോർ എക്സാമ്പിൾ 1/2 എന്ന് പറയുന്നതും 5/10 എന്ന് പറയുന്നതും ഈക്വൽ ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് 1/2ൻ്റെ മറ്റൊരു ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രാക്ഷനാണ് എന്ത്? 5/10 എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും കൂടി അല്ലേ? കമ്പയറിങ് ക്വാണ്ടിറ്റീസിൽ വരെ നമ്മൾ ആ കാര്യം ചർച്ച ചെയ്തതാണ്. ഓക്കെ, യു കമ്പയർ 2 ഫ്രാക്ഷൻ, 2 ഫ്രാക്ഷൻ നിങ്ങൾ എന്ത് ചെയ്തു? കമ്പയർ ചെയ്തു. ഫൗണ്ട് ദെയർ ഇക്വാലൻ്റ് ഫോംസ്, അതിൻ്റെ ഇക്വാലൻ്റ് ഫോംസ് ഒക്കെ നിങ്ങൾ കണ്ടെത്തി. 1/2 അതേപോലെ തന്നെ 5/10 ഒക്കെ എന്താണ്? ഇക്വാലൻ്റ് ഫോംസ് ആണ് നിങ്ങൾ കണ്ടെത്തി. ആൻഡ് സ്റ്റഡീഡ് ഓൾ ദ 4 ബേസിക് ഓപ്പറേഷൻസ് ഓഫ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓൺ ദം. അങ്ങനെ ഈ ഫ്രാക്ഷനിലുള്ള അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനൊക്കെ നിങ്ങൾ പഠിച്ചു. ഡെസിമൽ നമ്പേഴ്സിനും എല്ലാത്തിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഡിയേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇൻ ദിസ് ചാപ്റ്റർ, ഈ ചാപ്റ്റർ നമ്മൾ എന്തൊക്കെ പഠിക്കാൻ പോകുന്നതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇൻ ദിസ് ചാപ്റ്റർ വി ഷോൾ എക്സ്റ്റെൻഡ് ദ നമ്പർ സിസ്റ്റം ഫർദർ. നമ്മൾ നമ്പർ സിസ്റ്റം നമ്മൾ ഒന്നും കൂടി വിശാലമായിട്ട് പഠിക്കാൻ പോവാണ്. ഓക്കെ, വി ഷോൾ ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ഫ്രാക്ഷൻ നമ്പേഴ്സ്. ഈ ഒരു ചാപ്റ്റർ അലോങ് വിത്ത് ദർ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ പുതിയൊരു നമ്പർ സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവാണ്. അങ്ങനെ അതിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ പോകുമെന്നും നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം എപ്പോഴാണ് നമുക്ക് റാഷണൽ നമ്പേഴ്സ് ഉപകാരപ്പെടാൻ എന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത് അടുത്തതായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഉപകാരം എന്താ? നമ്മൾ നാച്ചുറൽ നമ്പർ സാധാരണ എണ്ണൽ സംഖ്യകൾ അല്ലേ? സാധാ പോലെ നമ്മൾ ഒരു കടയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഇപ്പോൾ എത്ര വസ്തുക്കളുണ്ട്, അത് 10 ഉണ്ട്, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നാച്ചുറൽ നമ്പേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, എപ്പോഴാണ് നമ്മൾ ഇൻഡിയേഴ്സ് യൂസ് ചെയ്യാം? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു ബാങ്കിലേക്ക് ഒരു 2000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ +2000 ആണെന്ന് പറയും. 2000 രൂപ നമ്മൾ വിത്ഡ്രോ ചെയ്താലോ -2000 അല്ലേ? അതായത് എത്രയാണോ അതിന് നേരെ ഓപ്പോസിറ്റ് നമ്പേഴ്സിനെ നമ്മൾ രേഖപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇൻഡിയേഴ്സ്, നെഗറ്റീവ് ഇൻഡിയേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ എക്സസൈസിൽ പഠിച്ചിരുന്നു അല്ലേ? ഒരു എയറോപ്ലെയിൻ 1000 മീറ്റർ എബോ സീ ലെവൽ ഇങ്ങനെ പറക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം? +1000 എന്ന് എഴുതാം. അതുപോലെ തന്നെ ഈ സീ ലെവലിൻ്റെ അടിയിലേക്ക് ഒരു 1000 മീറ്റർ അടിയിലേക്ക് ഒരു മുങ്ങിക്കപ്പൽ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് -1000 എന്ന് രേഖപ്പെടുത്താം. അങ്ങനത്തെ സ്ഥലത്തൊക്കെ നമ്മൾ ചെയ്തിരുന്നത് ഇൻഡിയേഴ്സ് യൂസ് ചെയ്തിരുന്നത് അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു 750 മീറ്റർ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 3/4 കിലോമീറ്റർ എന്ന് പറഞ്ഞൂടെ? 3/4 എന്ന് പറഞ്ഞാൽ എത്ര? 3/4 എന്നർത്ഥം അല്ലേ? കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 1000 മീറ്ററാണ്. ഓക്കെ, അപ്പം 3/4 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് 750 മീറ്ററാണ്. സിമ്പിൾ. അങ്ങനെ നമുക്ക് പല സ്ഥലത്തും നമുക്ക് ഫ്രാക്ഷൻ നമ്പേഴ്സും ഒക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഉദാഹരണം തന്നെ പറയാൻ കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഉദാഹരണമാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, മറ്റും പല സ്ഥലത്തും എങ്ങനെയാണ് ഫ്രാക്ഷൻ നമ്പേഴ്സ് എവിടെയാണ് യൂസ് ചെയ്യുക, ഇൻഡിയേഴ്സ് എവിടെയാണ് യൂസ് ചെയ്യുക എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമുക്കിപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ റാഷണൽ നമ്പേഴ്സ് അത് നമുക്ക് എവിടെയൊക്കെയാണ് ഉപയോഗപ്പെടുക എന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏതായാലും നോക്കാം. മുമ്പ് വി ഹാവ് സീൻ ഹൗ ഇൻഡിയേഴ്സ് കുഡ് ബി യൂസ്ഡ് ടു ഡിനോട്ട് ഓപ്പോസിറ്റ് സിറ്റുവേഷൻ ഇൻവോൾവിങ് നമ്പേഴ്സ്. അതായത് നമ്മൾ ഇൻഡിയേഴ്സ് എവിടെയായിരുന്നു യൂസ് ചെയ്തത്? ഓപ്പോസിറ്റ് സിറ്റുവേഷൻ അല്ലേ? അതായത് ഒരു സീ ലെവലിൻ്റെ മുകളിലേക്ക് 1000 മീറ്റർ പറക്കുന്നൊരു സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യും? +1000 എന്ന് പറയും. അതിന് നേരെ ഓപ്പോസിറ്റോ സീ ലെവലിൻ്റെ അടിയിലേക്കുള്ളതിനോ -1000 എന്ന് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ രേഖപ്പെടുത്താനാണ് നമ്മൾ ചെയ്തിരുന്നത് ഇൻഡിയേഴ്സ് യൂസ് ചെയ്തിരുന്നത്. അതായത് ഒരു നമ്പേഴ്സിൻ്റെ ഓപ്പോസിറ്റ് സിറ്റുവേഷൻ, അതിൻ്റെ ഓപ്പോസിറ്റ് സിറ്റുവേഷൻ മനസ്സിലാക്കണം. ബാങ്കിൽ നമ്മൾ ഇത് 2000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു, അപ്പോൾ +2000 എന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സിറ്റുവേഷനായ വിത്ഡ്രോ അല്ലേ? ബാങ്കിൽ നമ്മൾ 2000 വിത്ഡ്രോ ചെയ്ത് എങ്ങനെ പറയും? -2000 എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിനൊക്കെയായി നമ്മൾ എന്ത് ചെയ്തിരുന്നത്? ഇൻഡിയേഴ്സ് യൂസ് ചെയ്തിരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ഡിസ്റ്റൻസ് ഓഫ് 3 കിലോമീറ്റർ ടു ദി റൈറ്റ് ഓഫ് എ പ്ലേസ്, അപ്പം ഒരു സ്ഥലത്ത് നിന്ന് വലതു ഭാഗത്തേക്ക് 3 കിലോമീറ്റർ എന്ന് രേഖപ്പെടുത്താൻ വേണ്ടി വാസ് ഡിനോട്ടഡ് ബൈ 3 എന്ന് മാത്രം നമ്മൾ രേഖപ്പെടുത്തും. ദെൻ ദ ഡിസ്റ്റൻസ് ഓഫ് 5 കിലോമീറ്റർ ടു ദ ലെഫ്റ്റ് ഓഫ് ദി സെയിം പ്ലേസ്, അതേ സ്ഥലത്ത് നിന്ന് ഈ 5 കിലോമീറ്റർ ഇടത് ഭാഗത്തേക്ക് നിന്ന്, മറ്റത് പോസിറ്റീവ് ഇൻറ്റീരിയർ ആയിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നെഗറ്റീവ് ഇൻറ്റീരിയർ ആയിട്ട് രേഖപ്പെടുത്തും അല്ലേ? -5 കിലോമീറ്റർ എന്ന് പറയും. ഓക്കെ, ടു ദി ലെഫ്റ്റ് ഓഫ് ദി സെയിം പ്ലേസ് കുഡ് ബി ഡിനോട്ടഡ് ബൈ -5 എന്ന് എന്ത് ചെയ്യും? രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ഇഫ് എ പ്രോഫിറ്റ് ഓഫ് 150 രൂപ പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ വാസ് റെപ്രസെൻറ്റഡ് ബൈ 150 നമ്മൾ എഴുതും. അതായത് +150 എഴുതും. പിന്നെ ലോസ് ഓഫ് 100 രൂപ നമുക്ക് ഒരു കച്ചവടത്തിൽ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ കുഡ് ബി റിട്ടേൺ ആസ് -100 എന്ന് നമ്മൾ എന്ത് ചെയ്യും? രേഖപ്പെടുത്തും. ഓക്കെ, ഇതേപോലെ തന്നെ ഫ്രാക്ഷൻ നമ്പേഴ്സും നമുക്ക് എന്ത് ചെയ്യും? യൂസ് ചെയ്യുന്ന പല സ്ഥലങ്ങളും ഉണ്ട് അല്ലേ? ദർ ആർ മെനി സിറ്റുവേഷൻസ് സിമിലർ ടു ദി അബോവ് സിറ്റുവേഷൻ ദാറ്റ് ഇൻവോൾവ് ഫ്രാക്ഷൻ നമ്പേഴ്സ്. മുകളിൽ പറഞ്ഞ അതേപോലത്തെ അതുപോലത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ഫ്രാക്ഷൻ നമ്പേഴ്സൊക്കെ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. ഓക്കെ,
ഇനി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ക്യാൻ റെപ്രസെൻ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 750 മീറ്റർ എബോവ് സീ ലെവൽ. സീ ലെവലിൻ്റെ മുകളിലേക്ക് 750 മീറ്റർ എന്ന് പറയാൻ 3/4 കിലോമീറ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. കാരണം 3/4 എന്ന് പറയുകയാണെങ്കിൽ 3/4 എന്നാണ് അർത്ഥം. 3/4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 750 മീറ്റർ ആണ്. ഓക്കെ, അപ്പം 3/4 കിലോമീറ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രാക്ഷൻ നമ്പേഴ്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ കഴിയും. ഓക്കെ, ക്യാൻ വി റെപ്രസെൻറ്റ് 750 മീറ്റർ ബിലോ സീ ലെവൽ ഇൻ കിലോമീറ്റർ? ഇനി ചോദ്യം ചോദിക്കട്ടെ ഞാൻ. അപ്പം 750 കിലോമീറ്റർ മുകളിലേക്ക് അല്ലേ, സീ ലെവലിൻ്റെ മുകളിലേക്ക് 750 കിലോമീറ്റർ എന്നല്ല നമ്മൾ എന്ത് ചെയ്തു, 3/4 കിലോമീറ്റർ എന്ന് പറഞ്ഞു. ഇനി ഇത് ഫ്രാക്ഷനിലാണ് കേട്ടോ. ഇനി സീ ലെവലിൻ്റെ അടിയിലേക്ക് 750 മീറ്റർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, -3/4 എന്ന് എഴുതാൻ പറ്റില്ല. കാരണം ഫ്രാക്ഷൻ നമ്പേഴ്സിൽ ന്യൂമറേറ്ററിൽ എന്ത് വരില്ല, മൈനസ് വരില്ല. നമ്മൾ കുറച്ച് മുമ്പ് മേലെ പറഞ്ഞു പോയില്ലേ. ഓക്കെ, അതായത് ഫ്രാക്ഷൻ നമ്പേഴ്സിൽ ഈ ന്യൂമറേറ്റർ ഒന്നുകിൽ 0 വരും അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻറ്റിജർ വരും. ഒരിക്കലും എന്ത് വരില്ല, നെഗറ്റീവ് ഇൻറ്റിജർ വരില്ല. ഓക്കെ, അതേപോലെ ഡിനോമിനേറ്ററോ അത് താഴെയുള്ള നമ്പർ എന്തായാലും പോസിറ്റീവ് ഇൻറ്റിജറേ വരുള്ളൂ, മറ്റൊന്നും വരില്ല. അപ്പം ഫ്രാക്ഷൻ നമ്പറിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, -3/4 എന്ന് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സീ ലെവലിൻ്റെ അടിയിലേക്ക് 750 മീറ്റർ എന്ന് ഫ്രാക്ഷനിൽ നിങ്ങൾക്ക് ഒരിക്കലും എഴുതാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അതിന് നിങ്ങൾ എങ്ങനെ എഴുതും? ഓക്കെ, അതൊരു ചോദ്യമാണ്. ക്യാൻ വി റെപ്രസെൻറ്റ് 750 മീറ്റർ ബിലോ സീ ലെവൽ ഇൻ കിലോമീറ്റർ? അത് നമുക്ക് എഴുതാൻ കഴിയുമോ? ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യണം, -750 മീറ്റർ എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, അല്ലാതെ കിലോമീറ്ററിലാക്കി നിങ്ങൾക്ക് എഴുതാൻ കഴിയുമോ? -750 മീറ്റർ എന്ന് എഴുതാം, അപ്പം മീറ്ററിലാവണുള്ളൂ. പക്ഷേ എങ്ങനെ കിലോമീറ്ററിലേക്കാക്കും? നമ്മൾ പറഞ്ഞു 3/4 കിലോമീറ്റർ എന്ന് പറഞ്ഞു. അതുപോലെ -3/4 കിലോമീറ്റർ നമുക്ക് എന്ത് കഴിയില്ല, ഇവിടെ പറയാൻ കഴിയില്ല. കാൻ വി ഡിനോട്ട് ദ ഡിസ്റ്റൻസ് 3/4 കിലോമീറ്റർ ബിലോ സീ ലെവൽ ബൈ -3/4? ഇവിടെ മൈനസ് ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. ഇവിടെ PDF മിസ്സായിട്ടുണ്ട്. -3/4 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റാണ്, -3/4 തന്നെയാണ്. ഓക്കെ, അതേപോലെ വി ക്യാൻ സി -3/4 അവിടെയും മൈനസ് ഉണ്ട് കേട്ടോ. -3/4 ഈസ് നെയ്തർ ആൻ ഇൻറ്റിജർ, അതൊരു നോറേ ഫ്രാക്ഷൻ നമ്പർ. ഈ -3/4 എന്നുള്ളത് ഒരിക്കലും ഒരു ഇൻറ്റിജർ അല്ല. ഇൻറ്റിജർ ആവണമെങ്കിൽ എന്ത് ഇൻറ്റിജർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താണ് 0, 1, 2, അതേപോലെ തന്നെ -1, -2 അങ്ങനെ ഉള്ള ഒറ്റ സംഖ്യ ഉണ്ടാവുള്ളൂ അല്ലേ. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരിക്കലും -3/4 എന്നുള്ളത് എന്തെല്ലാം ഒരു ഇൻറ്റിജർ അല്ല. ഇനി -3/4 ഒരു ഫ്രാക്ഷൻ നമ്പറാണോ? ഒരിക്കലല്ല. കാരണം ഫ്രാക്ഷൻ നമ്പറിൽ എന്ത് വരില്ല, മൈനസ് വരില്ല അല്ലേ. ഫ്രാക്ഷൻ നമ്പറിൽ ന്യൂമറേറ്ററിൽ എന്ത് വരില്ല, മൈനസ് വരില്ല, ഡിനോമിനേറ്ററും വരില്ല. ഓക്കെ, അപ്പോൾ മൈനസ് വന്നിട്ടാണെങ്കിൽ എന്തല്ല, ഫ്രാക്ഷൻ നമ്പറല്ല. ഓക്കെ, അപ്പോൾ ഒരു നിലക്ക് നമുക്ക് ഇൻറ്റിജറിലോ ഫ്രാക്ഷൻ നമ്പറിലോ ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, -3/4 എന്ന് എഴുതാൻ പറ്റില്ല. പിന്നെ അത് നമ്മൾ എങ്ങനെ എഴുതും? ഓക്കെ, -3/4 നമുക്ക് എഴുതും വേണം. അപ്പോൾ ആ ഒരു നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു പേര് വേണ്ടേ? ഓക്കെ, അപ്പം വി നീഡ് ടു എക്സ്റ്റെൻഡ് അവർ നമ്പർ സിസ്റ്റം ടു ഇൻക്ലൂഡ് സച്ച് നമ്പേഴ്സ്. അപ്പോൾ അങ്ങനത്തെ നമ്പേഴ്സിനെ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മുടെ നമ്പർ സിസ്റ്റം നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒന്ന് വികസിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ വികസിപ്പിച്ചെടുത്തതാണ് എന്ത്, റാഷണൽ നമ്പേഴ്സ് എന്നുള്ള പുതിയൊരു ഫോം. ഓക്കെ, അപ്പം -3/4 എന്ന് എഴുതണമെങ്കിൽ അത് റാഷണൽ നമ്പറിലേ കഴിയുള്ളൂ എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോവാണ്, വാട്ട് ആർ റാഷണൽ നമ്പർ? എന്താണ് റാഷണൽ നമ്പർ? റാഷണൽ നമ്പർ നിങ്ങൾ കുറേ ആയി കേൾക്കണേ. ഈ ചാപ്റ്റർ മൊത്തം റാഷണൽ നമ്പേഴ്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുള്ളത്. അപ്പോൾ എന്താണ് റാഷണൽ നമ്പർ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കാം, P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന ഏതൊരു നമ്പറും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, റാഷണൽ നമ്പറാണെന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 1 എന്ന് പറഞ്ഞൊരു 2 എന്ന് പറഞ്ഞൊരു നമ്പർ അത് റാഷണൽ നമ്പറാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ, അത് നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റും. ന്യൂമറേറ്റർ 2ഉം ഡിനോമിനേറ്റർ 1 വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, 2 എന്നല്ലേ. 2/1 = 2 അല്ലേ. 2 ഹരിക്കണം 1 പറഞ്ഞാൽ 2 എന്നാണ്. അപ്പോൾ 2 എന്ന നമ്പർ നമ്മൾ എന്ത് ചെയ്തു, P/Q ഫോമിൽ നമ്മൾ എഴുതി. ഓക്കെ, അപ്പം അങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ എന്താണ്, ആ റാഷണൽ അങ്ങനെ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന ഏതൊരു നമ്പറും എന്താണ്, റാഷണൽ നമ്പറാണ്. ഓക്കെ, അത് ഫ്രാക്ഷൻ്റെ രൂപത്തിൽ തന്നെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയിട്ട് വരണമെന്നൊന്നും നിർബന്ധമില്ല. ആ ഫോമിൽ ലാസ്റ്റ് എത്തിപ്പെടുമെങ്കിൽ അത് എന്തായാലും തന്നെയാണ് ഒരു റാഷണൽ നമ്പറാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, Q is not equal to 0. ഓക്കെ, അതായത് ഡിനോമിനേറ്റർ എന്താൻ പാടില്ല, 0 ആവാൻ പാടില്ല. Q എന്താൻ പാടില്ല, 0 ആവാൻ പാടില്ല. ചിലപ്പോൾ എന്തുണ്ടാവില്ല, ഡിനോമിനേറ്റർ ഒന്നും ഉണ്ടാവില്ല അല്ലേ. 2ൽ ഇപ്പോൾ എന്തുണ്ടോ, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഉണ്ടോ? ഇല്ല. പക്ഷേ ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ ആക്കി 2 നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. 2/1 എന്നുള്ള കോലത്തിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ Q 0 ആവാത്ത കോലത്തിൽ P/Q ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഏതൊരു നമ്പറും എന്താണ്, റാഷണൽ നമ്പറാണെന്ന് ചുരുക്കം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. ദ വേർഡ് റാഷണൽ അറൈസസ് ഫ്രം ദ ടൈം റേഷ്യോ. ശരിക്കും റാഷണൽ നമ്പർ എന്ന് പറഞ്ഞ നമ്പർ ശരിക്കും അത് ഏത് ടൈമെന്നാണ് വരുന്നത് വെച്ചാൽ റേഷ്യോ എന്ന് പറഞ്ഞ ടൈമെന്ന് വരുന്നത്. റേഷ്യോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കമ്പാരിങ് ക്വാണ്ടിറ്റീസിൽ റേഷ്യോനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞ ഈ ഒരു ടേമിൽ നിന്നാണ് ശരിക്കും എന്ത് വരുന്നത്, റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞത് വരുന്നത്. ഓക്കെ, യു നോ ദാറ്റ് എ റേഷ്യോ ലൈക്ക് 3:2 ഇങ്ങനത്തെ നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുക, റേഷ്യോ എന്ന് പറയാമെന്ന് പറഞ്ഞു അല്ലേ. ക്യാൻ ആൾസോ ബി റിട്ടൺ ആസ് 3/2. നമ്മൾ ആ ചാപ്റ്ററിൽ തുടക്കത്തിൽ പഠിച്ചിരുന്നു 3:2 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, 3/2 എന്നുള്ള ഫോമിലും എഴുതാൻ പറ്റും. ഓക്കെ,
അതേപോലെ ഇക്വാലൻ്റ് ഫ്രാക്ഷൻ അതുപോലെ തന്നെയാണ് ഇക്വാലൻ്റ് റേഷ്യോ കാണുന്നതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഓക്കെ. ഹിയർ 3 and 2 ആർ നാച്ചുറൽ നമ്പേഴ്സ്. ഇവിടെ എന്താണ് 3ഉം 2ഉം എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ? സിമിലർലി ദ റേഷ്യോ ഓഫ് 2 ഇൻഡിയേഴ്സ് പി ആൻഡ് ക്യൂ. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ക്യൂ എന്താൻ പാടില്ല, 0 ആകാൻ പാടില്ല. അതായത് പി ഈസ് ടു ക്യൂ ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് പി ബൈ ക്യൂ. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് അതായത് ഈ റാഷണൽ നമ്പേഴ്സ് അതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാമെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു റേഷ്യോ എന്നതിൽ നിന്നാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് ശരിക്കും എന്ത് ചെയ്യുന്നത് കടന്നു വരുന്നത്, റേഷ്യോ എന്ന ടൈമിൽ നിന്നാണ്. അപ്പോൾ എന്താണ് റേഷ്യോയും റാഷണൽ നമ്പറും തമ്മിലുള്ള ബന്ധം എന്നാണ് നമ്മളിപ്പം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സിമിലർലി ദ റേഷ്യോ ഓഫ് 2 ഇൻഡിയേഴ്സ്, 2 ഇൻഡിയേഴ്സിൻ്റെ റേഷ്യോ. ഫോർ എക്സാമ്പിൾ പി ആൻഡ് ക്യൂ, പി എന്ന് പറഞ്ഞതും അതേപോലെ തന്നെ ക്യൂ എന്ന് പറഞ്ഞ 2 ഇൻഡിയേഴ്സിൻ്റെ റേഷ്യോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പി ഈസ് ടു ക്യൂ എന്നുള്ള ഫോമിൽ എഴുതാൻ കഴിയും അല്ലേ? പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇവിടെ ക്യൂ എന്താൻ പാടില്ല, 0 ആകാൻ പാടില്ല. ഓക്കെ. 1:0 അങ്ങനത്തെ ഒന്നും ആകാൻ പാടില്ല. 1:2 ക്യൂ 0 ആവാത്ത കോലത്തിൽ ഉള്ള റേഷ്യോ. ഓക്കെ. അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇൻ ദ ഫോം ഓഫ് പി ബൈ ക്യൂ എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? ശരിക്കും ഒരു റേഷ്യോനെ ഏതൊരു റേഷ്യോ കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റും. ശരിയല്ലേ? ഓക്കെ. ശരിക്കും പി ബൈ ക്യൂ ഫോമിൽ എഴുതിയ സാധനം റേഷ്യോ അല്ലെങ്കിലും ഏതൊരു റേഷ്യോയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റും അല്ലേ? ശരിക്കും 5:2 അതേപോലെ 10:4 അങ്ങനെയൊക്കെ പറയുന്ന നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുക, റേഷ്യോ എന്ന് പറയാം. പക്ഷേ നേരെ മറിച്ച് നമുക്ക് ഏതൊരു റേഷ്യോനെ കിട്ടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റും. ശരിയല്ലേ? ഫ്രാക്ഷൻ്റെ രൂപത്തിൽ എഴുതാൻ പറ്റും. ദിസ് ഈസ് ദ ഫോം ഇൻ വിച്ച് റാഷണൽ നമ്പേഴ്സ് ആർ എക്സ്പ്രസ്ഡ്. ഇതുപോലെ തന്നെയാണ് റാഷണൽ നമ്പേഴ്സും എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ. ശരിക്കും ഈ റേഷ്യോൻ്റെ ഇതിലൊരു ഇതുണ്ടായിരുന്നു. ഓക്കെ. അപ്പം ഈ ദിസ് ഈസ് ദ ഫോം ഇൻ വിച്ച് ദ റാഷണൽ നമ്പേഴ്സ് ആർ എക്സ്പ്രസ്ഡ്. അപ്പം ഇതുപോലെ തന്നെ ഒരു റേഷ്യോ എങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ശരിക്കും എന്തും റാഷണൽ നമ്പറും എക്സ്പ്രസ് ചെയ്യുന്നത്. റേഷ്യോനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ റാഷണൽ നമ്പേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റും. ഒറ്റ കണ്ടീഷൻ ഉണ്ട്, ക്യൂ എന്താകാൻ പാടില്ല, 0 ആകാൻ പാടില്ല. അതായത് ഈ അടിയിലുള്ള ഈ ക്യൂ എന്നുള്ളത് 0 ആകാൻ പാടില്ല. അപ്പം എന്താണ് റാഷണൽ നമ്പർ നമ്മൾ ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഡെഫിനേഷൻ കേട്ടോ. A rational number is defined as a number that can be expressed in the form p by q, where p and q are integers and q is not equal to 0. അപ്പോൾ എന്താണ് റാഷണൽ നമ്പർ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എ റാഷണൽ നമ്പർ, ഒരു റാഷണൽ നമ്പർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈസ് ഡിഫൈൻഡ്, അത് എന്ത് ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യുന്നു, അത് നമ്മൾ നിർവചിക്കുന്നു. ആസ് എ നമ്പർ, ഒരു നമ്പറായിട്ട് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ്, അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എക്സ്പ്രസ് ചെയ്യാൻ കഴിയും ഇൻ ദ ഫോം ഓഫ് പി ബൈ ക്യൂ. പി ബൈ ക്യൂ ഫോം എന്നുള്ള ആ ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതിനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. ഓക്കെ. അങ്ങനത്തെ നമ്പേഴ്സിനാണ് എന്ത് ചെയ്യുക, റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, വേർ പി ആൻഡ് ക്യൂ ആർ ഇൻഡിയേഴ്സ്. പിയും ക്യൂവും എന്താവണം, ഇൻഡിയേഴ്സ് ആവണം. ഇൻഡിയേഴ്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല, എന്താകാൻ പാടില്ല, ആൻഡ് ക്യൂ ഈസ് നോട്ട് ഈക്വൽ ടു 0. ക്യൂ എന്താകാൻ പാടില്ല, 0 ആകാൻ പാടില്ല. ഓക്കെ. അപ്പം ന്യൂമറേറ്റർ എന്ത് ചെയ്യാം, മൈനസ് നമ്പർ ആവാം, അതേപോലെ തന്നെ 0 ആവാം, അതേപോലെ തന്നെ പോസിറ്റീവ് ഇൻറ്റിജർ അങ്ങനെ ആവാം. നെഗറ്റീവ് ഇൻറ്റിജർ ആവാം, 0 ആവാം, പോസിറ്റീവ് ഇൻറ്റിജർ ആവാം. ചുരുക്കി പറഞ്ഞാൽ ഇൻറ്റിജർ ആവാം. നെഗറ്റീവ് അതേപോലെ തന്നെ നമ്മുടെ ക്യൂ എന്നുള്ളതോ, ക്യൂവും ഇൻഡിയേഴ്സിലുള്ള എല്ലാ നമ്പേഴ്സും ആവാം, പക്ഷേ 0 ആവാൻ പാടില്ല. ഓക്കെ. അപ്പം മൈനസ് നമ്പേഴ്സും ആവാം, പോസിറ്റീവ് നമ്പേഴ്സും ആവാം, പക്ഷേ 0 ആവാൻ പാടില്ല. അപ്പം ഇൻഡിയേഴ്സ് അല്ലേ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പിയും ക്യൂവും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇൻഡിയേഴ്സ് ആക്കാൻ പറ്റും. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ക്യൂ എന്താൻ പാടില്ല, 0 ആവാൻ പാടില്ല. ശരിക്കും ഇൻഡിയേഴ്സ് എന്നിട്ടാണെങ്കിൽ 0 പേടുന്നുണ്ടെങ്കിലും ക്യൂ എന്താൻ പാടില്ല, 0 ആവാൻ പാടില്ല. അങ്ങനത്തെ നമ്പേഴ്സ് പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനാണ് നമുക്ക് എന്ത് ചെയ്യുക, റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം എന്ന് ചുരുക്കം. ഓക്കെ. പ്രത്യേകം ശ്രദ്ധിക്കണം, ക്യൂ എന്താൻ പാടില്ല, 0 ആവാൻ പാടില്ല. ഓക്കെ. അപ്പം എന്താണ് ഫ്രാക്ഷൻ നമ്പറും റാഷണൽ നമ്പറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? റാഷണൽ നമ്പേഴ്സിൽ ന്യൂമറേറ്റർ ഇൻഡിയേഴ്സ് മൊത്തം വരില്ല, എന്ത് മാത്രമേ വരുള്ളൂ, 0യും പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ. അതുപോലെ തന്നെ ഫ്രാക്ഷൻ നമ്പേഴ്സിൽ ഡിനോമിനേറ്റർ അത് എന്ത് വരില്ല, നെഗറ്റീവ് ഇൻറ്റിജർ വരില്ല, 0യും വരില്ല, വെറും പോസിറ്റീവ് ഇൻറ്റിജർ മാത്രമേ വരുള്ളൂ. പക്ഷേ നേരെ മറിച്ച് നമ്മുടെ റാഷണൽ നമ്പറിൽ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ പി അതായത് ന്യൂമറേറ്റർ അതെന്ത് ചെയ്യും, നെഗറ്റീവ് ഇൻറ്റിജറും പോസിറ്റീവ് ഇൻറ്റിജറും 0യും ഒക്കെ ആവാം. അതേപോലെ തന്നെ നമ്മുടെ ഡിനോമിനേറ്റർ അതായത് ക്യൂ എന്നുള്ളത് അതെന്ത് ചെയ്യാം, 0 അല്ലാത്ത ഏത് നമ്പേഴ്സും ആവാം, നെഗറ്റീവ് ഇൻറ്റിജർ ആവാം, പോസിറ്റീവ് ഇൻറ്റിജർ ആവാം. ഓക്കെ. മാത്രമല്ല മറ്റേത് ഫ്രാക്ഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ തന്നെ പി ബൈ ക്യൂ ഫോമിലേ അത് വരുള്ളൂ. പക്ഷേ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റിയാൽ മതി. ഓക്കെ. 2നെയും നമുക്ക് എന്ത് ചെയ്യാം, റാഷണൽ നമ്പറാന്ന് പറയാം, 1/2നെയും റാഷണൽ നമ്പറാന്ന് പറയാം, -1/2നെയും റാഷണൽ നമ്പറാന്ന് പറയാം. 2 എങ്ങനെ റാഷണൽ നമ്പറാനുള്ള കാരണം അത് 2/1 എന്നുള്ള പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് കാരണം. ഓക്കെ. അപ്പോൾ ഇനി ദസ് 4/5 ഈസ് എ റാഷണൽ നമ്പർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 4/5 എന്നുള്ളത് റാഷണൽ നമ്പറാന്ന് പറയാം. കാരണം P
പി എന്താണ് 4 ആയിട്ട് വരുന്നുണ്ട്, ക്യൂ എന്താണ് 5 ആയിട്ടും വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അതേപോലെ തന്നെ ഈ -3/4 അത് ആൾസോ റാഷണൽ നമ്പർ, അത് റാഷണൽ നമ്പർ ആണെന്നാണ് ചോദിക്കുന്നത്. ശരിയാണ്, റാഷണൽ നമ്പറാണ്. യെസ്, ബിക്കോസ് പി എന്താണ് -3 ആയിട്ട് വന്നു, ക്യൂ എന്തായിട്ട് വന്നു 4 ആയിട്ട് വന്നു. ഇത് രണ്ടും എന്താണ് ഇൻഡിയേഴ്സ് ആണ്. ഓക്കെ, യു ഹാവ് സീൻ മെനി ഫ്രാക്ഷൻ ലൈക്ക് 3/8, 4/8, 1, 2/3 ഇതൊക്കെ അങ്ങനെ മിക്സ്ഡ് ഫ്രാക്ഷൻ, അങ്ങനെ ഏത് നമ്പർ വന്ന് കാണും എല്ലാ ഫ്രാക്ഷൻ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്കൊരു റാഷണൽ നമ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും കേട്ടോ. കാരണം ഈ നമ്പറൊക്കെ P/Q ഫോമിൽ എഴുതാൻ കഴിയും. ഓക്കെ, ഈ നമ്പറും P/Q ഫോമിൽ എഴുതി കൂടെ 1, 2/3. ശരിക്കും ഇത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അല്ല അല്ലേ. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി എഴുതാൻ പറ്റും അല്ലേ. ഇതിനെങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കുക പഠിച്ചിട്ടുണ്ടല്ലോ. 1 × 3, 3 + 2 അപ്പം എന്ത് കിട്ടും, 5 എന്ന് കിട്ടും. 5/3 ഈ 3നെ അതേപോലെ വെക്കുക അല്ലേ. ഇത് 1 × 3 അപ്പോൾ 3 കിട്ടും. 3 + 2 അപ്പോൾ 5 എന്ന് ന്യൂമറേറ്ററായിട്ട് വരും. ഡിനോമിനേറ്റർ എന്ത് വരും, ഡിനോമിനേറ്ററായിട്ട് ഈ നമ്പർ തന്നെ വരും. അപ്പം 5/3 എന്നുള്ള ഒരു ഫോമിലേക്ക് ഇത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അത് P/Q ഫോമിലായി. ഓക്കെ, അതുകൊണ്ട് തന്നെ അതെന്താണ് റാഷണൽ നമ്പറാണ്. ഓക്കെ, എക്സെട്ര. ആൾ ഫ്രാക്ഷൻസ് ആർ റാഷണൽ നമ്പേഴ്സ്. ക്യാൻ യു സേ വൈ? എന്തുകൊണ്ടാണ് എല്ലാ ഫ്രാക്ഷനും റാഷണൽ നമ്പർ ആവാനുള്ള കാരണം എന്ന് മനസ്സിലായോ? കാരണം ഒരു റാഷണൽ നമ്പറിൻ്റെ എല്ലാ കണ്ടീഷനും എന്തിൽ വരുന്നുണ്ട്, ഫ്രാക്ഷൻ നമ്പറിൽ വരുന്നുണ്ട് അല്ലേ. കാരണം ഇൻറ്റിയർ ന്യൂമറേറ്റർ പോസിറ്റീവ് ഇൻറ്റിയറോ 0 ആവാൻ പാടുള്ളൂ ഫ്രാക്ഷൻ നമ്പേഴ്സിൽ. അതേപോലെ തന്നെ ഡിനോമിനേറ്റർ അത് പോസിറ്റീവ് ഇൻറ്റിയർ മാത്രമേ ആവാൻ പാടുള്ളൂ. അത് തന്നെയാണ് നമ്മളെ റാഷണൽ നമ്പേഴ്സിനും ആ കണ്ടീഷൻ ഇല്ലേ. പക്ഷേ അതിൻ്റെ ഒപ്പം നമുക്ക് എക്സ്ട്രാ കുറച്ച് കണ്ടീഷൻ കൂടി ഉണ്ടല്ലേ. എന്തും കൂടി ആവാം, നെഗറ്റീവ് ഇൻറ്റിയറും ആവാം. ഏത്, നമ്മുടെ ന്യൂമറേറ്റർ. അതേപോലെ തന്നെ നമ്മുടെ ഡിനോമിനേറ്ററും, അതായത് ക്യൂവിൻ്റെ സ്ഥാനത്തുള്ളതും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നെഗറ്റീവ് ഇൻറ്റിജറും കൂടി ആവാം. അതുകൊണ്ട് പ്രശ്നമില്ല അല്ലേ. അപ്പം ഇത് ഒന്നുകൂടി വൈഡാണ് ശരിക്കും. ഫ്രാക്ഷൻ നമ്പറിൽ കൂടി ഒന്നുകൂടി വൈഡാണ് ശരിക്കും എന്ത്, നമ്മുടെ റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ എല്ലാ ഫ്രാക്ഷൻ നമ്പറും റാഷണൽ നമ്പറാണെന്ന് പറയാം. പക്ഷേ എല്ലാ റാഷണൽ നമ്പറും എന്തല്ല, ഫ്രാക്ഷൻ നമ്പർ അല്ല. ഫോർ എക്സാമ്പിൾ -3/4 ഒരിക്കലും എന്തല്ല, അത് ഫ്രാക്ഷൻ നമ്പർ അല്ല, മറിച്ച് എന്താണ് റാഷണൽ നമ്പറാണ്. ഓക്കെ, ഇനി ഹൗ അബൌട്ട് ദ ഡെസിമൽ നമ്പേഴ്സ് ലൈക്ക്. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു എല്ലാ ഫ്രാക്ഷൻ നമ്പറും എന്താണ് റാഷണൽ നമ്പറാണ്. അതേപോലെ തന്നെ എല്ലാ നാച്ചുറൽ നമ്പറും റാഷണൽ നമ്പർ കേട്ടോ. കാരണം ഏത് നാച്ചുറൽ നമ്പർ കിട്ടിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, /1 എഴുതി കൂടെ. 10, 100, 1000 എല്ലാത്തിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, /1 കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, P/Q ഫോമിൽ എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ എല്ലാ നാച്ചുറൽ നമ്പറും എന്തിനാണ് നമ്മുടെ റാഷണൽ നമ്പറായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ഏതും ഇനി എല്ലാ എന്ത് ചെയ്തു ഇൻഡിയേഴ്സും ഇപ്പോൾ -1 അതിനെ നമുക്ക് എന്ത് ചെയ്യാം -1/1 എഴുതി കൂടെ. അപ്പോൾ എല്ലാ നെഗറ്റീവ് ഇൻറ്റിജറും ഒക്കെ നമുക്ക് എന്ത് തന്നെയാണ്, എല്ലാ ഇൻഡിയേഴ്സും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, റാഷണൽ നമ്പറാക്കി എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ 0/5 എന്ന് പറഞ്ഞാൽ എത്രയാണ് അർത്ഥം, 0/1 എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 0. അതിനെ നമുക്ക് എന്ത് ചെയ്തു, റാഷണൽ നമ്പറാക്കി എഴുതി. നമ്മളെ കണ്ടീഷനൊക്കെ ഓക്കെ ഉണ്ടല്ലോ അല്ലേ. Q0 ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ, P0 ആവാൻ പറ്റും അല്ലേ. അതൊക്കെ ഓക്കെ ആവുന്നുണ്ട്. 0/5 എന്ന് പറഞ്ഞാലും 0/10 എന്ന് പറഞ്ഞാലും 0/1 എന്ന് പറഞ്ഞാലൊക്കെ 0 ആണ് ആൻസർ വരിക. അപ്പം ആ നമ്പേഴ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് റാഷണൽ നമ്പറാക്കി എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഫ്രാക്ഷൻ നമ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാഷണൽ നമ്പറാക്കി എഴുതാൻ പറ്റും. ഇനി നമുക്കൊരു ഡൗട്ട് ഉണ്ടാവുക, ഡെസിമൽ നമ്പർ നമുക്ക് റാഷണൽ നമ്പറാക്കി എഴുതാൻ പറ്റുമോ എന്നായിരിക്കും ഡൗട്ട് ഉണ്ടാവുക. അതായത് ഡെസിമൽ നമ്പർ എങ്ങനെയാണ് ഫ്രാക്ഷൻ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഡെസിമൽ നമ്പറൊക്കെ ഫ്രാക്ഷൻ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ എല്ലാ ഡെസിമൽ നമ്പറും എന്ത് തന്നെയാണ്, റാഷണൽ നമ്പറായിട്ടും എഴുതാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹൗ അബൌട്ട് ദ ഡെസിമൽ നമ്പേഴ്സ്. ഡെസിമൽ നമ്പേഴ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം, ലൈക്ക് 0.5, 2.3 എക്സെട്ര. ഈച്ച് ഓഫ് സച്ച് നമ്പേഴ്സ് ക്യാൻ ബി റിട്ടൺ ആസ് ആൻ ഓർഡിനറി ഫ്രാക്ഷൻ. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സാധാ ഒരു ഫ്രാക്ഷനിലേക്ക് എഴുതാൻ കഴിയും അല്ലേ. അതുകൊണ്ട് തന്നെ ആൻഡ് ഹിൻസ് ദ റാഷണൽ നമ്പേഴ്സ്. അപ്പം എല്ലാ ഡെസിമൽ നമ്പേഴ്സും ഫ്രാക്ഷൻ നമ്പേഴ്സാക്കി എഴുതാൻ കഴിയുന്നത് കൊണ്ട് തന്നെ നമ്മളെന്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഫ്രാക്ഷൻ നമ്പറും റാഷണൽ നമ്പേഴ്സാക്കി എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാ ഡെസിമൽ നമ്പറും എന്താണ് ഫ്രാക്ഷൻ നമ്പറാക്കി എഴുതാൻ പറ്റും, നമുക്ക് സിമ്പിളായി പറയാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ 0.5 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5/10 എഴുതാൻ പറ്റും അല്ലേ. 5/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്, ആരാന്ന് അർത്ഥം. 0.5 എന്ന് പറഞ്ഞാലും ആരാന്നാണ് അർത്ഥം. ഓക്കെ, അതേപോലെ തന്നെ 0.333 അല്ലേ. അങ്ങനെ പോവുകയാണെങ്കിൽ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 333/1000 എന്നിട്ടാണെങ്കിൽ 0.333 അല്ലേ, അങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതൊക്കെ ഏതൊരു ഡെസിമൽ നമ്പർ കിട്ടിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഫ്രാക്ഷൻ നമ്പർ ആക്കാൻ പറ്റും. അപ്പം ഏതൊരു ഫ്രാക്ഷൻ നമ്പറിനെയും റാഷണൽ നമ്പർ ആക്കാൻ പറ്റും, നമ്മൾ പഠിച്ചു. അപ്പം ചുരുക്കി പറഞ്ഞാൽ എല്ലാ നമ്പേഴ്സും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, റാഷണൽ നമ്പേഴ്സിൻ്റെ ഫോമിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇറാഷണൽ നമ്പേഴ്സ് എന്നിട്ട് കുറച്ച് നമ്പേഴ്സ് പറയുന്നുണ്ട്. ഇൻഷാ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം അത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റാഷണൽ നമ്പേഴ്സിൻ്റെ രൂപത്തിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സുള്ളൂ. ബാക്കിയുള്ള ഏത് നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, റാഷണൽ നമ്പേഴ്സിൽ ഉൾപ്പെടുത്താൻ കഴിയും കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതായാലും അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ എന്ത് ചെയ്യുക, ഈ ട്രൈ ദീസ് ഒന്ന് എഴുതി വരാം കേട്ടോ. അതായത് ചോദ്യം ഇവിടെ -3 എന്നുണ്ട് കേട്ടോ. അതായത് 2/-3 അത് റാഷണൽ നമ്പറാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം റാഷണൽ നമ്പർ ആണോ അല്ലേ, ഇപ്പം ഇന്ന് പഠിച്ചതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതാം
തിങ്ക് അബൌട്ട് ഇറ്റ്, അതിനെക്കുറിച്ച് ചിന്തിക്കാം. നമ്മൾ റാഷണൽ നമ്പേഴ്സിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുക, അതൊക്കെ യോജിച്ച് വരുന്നുണ്ടെങ്കിൽ ആ റാഷണൽ നമ്പർ തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. അതേപോലെ തന്നെ ലിസ്റ്റ് 10 റാഷണൽ നമ്പേഴ്സ്. എന്ത് ചെയ്യാം, ഒരു 10 റാഷണൽ നമ്പേഴ്സ്, സാധാ പോലത്തെ നമ്പേഴ്സ് ഒന്നും പോലെ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ, ഒരു 10 ടൈപ്പ് റാഷണൽ നമ്പേഴ്സ് എഴുതി വരും അടുത്ത ക്ലാസ്സിന് കേട്ടോ. ഓക്കെ ഇൻഷാല്ലാ. അപ്പോൾ അടുത്ത ക്ലാസ്സിന് ഗൂഗിൾ ഫോമിൽ ക്വസ്റ്റ്യൻ മറക്കേണ്ട, ഉഷാറായിട്ട് പഠിച്ചു വരും കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.